നിങ്ങൾ റിയലായിട്ട് മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടോ? ശരിക്കും നമ്മൾ റിയലായിട്ടുള്ള മത്സ്യകന്യകയും അതുപോലെ നമ്മുടെ കടലിനകത്തുള്ള ഒരു ലോഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് മീനും ഇഗ്വാനയും ഒക്കെ കാണണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള മറൈൻ എക്സ്പോയിലോട്ട് വരണം കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോഡ് ഓഫ് മീൻസ് നമുക്ക് കാണാൻ പറ്റും. മീൻസ് ഫിഷസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മീനിൻ്റെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ശരിക്കും ഇതുവരെ എന്തോന്നാണ് നല്ല വർത്ത് ഓഫ് മണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇഗ്വാനയും അതുപോലെ തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഒരു ടണൽ പോലെയാണ്, നമുക്ക് ചുറ്റും ഇങ്ങനെ മീനുകളുള്ളതായിട്ട് നമുക്ക് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു മീൻ തൊട്ട് വലിയ മീൻ വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ അട്രാക്റ്റീവ് സാധനം അല്ലേ, നമ്മുടെ മത്സ്യകന്യകയുടെ അടുത്താണ്. അപ്പോൾ മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് സംസാരിക്കും, ചിരിക്കും, ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ ആ ടൈം അവിടെ പോകുമ്പോൾ ഒരുപാട് കുട്ടികളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഓണം സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓണത്തിന് വെക്കേഷന് നമുക്ക് എവിടേക്ക് പോകാം എന്നുള്ള ഒരു സീരീസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 2 സുന്ദരിമാരായിട്ടുള്ള മത്സ്യകന്യകമാരാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ നല്ല രസമല്ലേ, അവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും ഒരു മത്സ്യകന്യകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ആ ടൈമിൽ ഇവരുടെ ഈ ഒരു ചെയ്യുന്നത് കണ്ട് കുറേ സമയം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തു, അയ്യോ ഇത്ര സമയം ഇവരെല്ലാവരെയും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീലും കൂടെ എനിക്കുണ്ടായിരുന്നു. വെള്ളത്തിനകത്ത് എത്ര മണിക്കൂർ ഇവർ നിൽക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ മത്സ്യകന്യകയിൽ നിന്ന് നേരെ ഒരു എക്സ്പോയിലോട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ആ എക്സ്പോയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹൽവയൊക്കെ ഉണ്ട്, ചെരുപ്പുണ്ട്, അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് കമ്മൽ, മാല കളക്ഷൻസ്, ഫുഡ്, ഇത് നമുക്ക് യൂഷ്വലി അറിയാമെന്നുള്ള കാര്യങ്ങളാണല്ലോ, ഫർണിച്ചറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഹൽവയും പാനിപ്പൂരിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും പോവുക, പോലീസ് ട്രെയിനിങ് ക്യാമ്പിനകത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.